സുവേന്ദു അധികാരി ബി ജെ പിയുടെ നില 0-ൽ നിന്ന് ബംഗാളിൽ 77-ലേക്ക് ഉയർത്തിയ രാഷ്ട്രീയക്കാരൻ, പഴയ തൃണമൂലിൻ്റെ നട്ടെല്ലായിരുന്ന സുവേന്ദു അധികാരി. ഈ സുവേന്ദു അധികാരി ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഒരിടത്തല്ല രണ്ടിടത്താണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും ഊനം തട്ടിയിട്ടുണ്ടോ? സുവേന്ദു അധികാരി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു മുഖമാണ്. പക്ഷെ സുവേന്ദു അധികാരി മാത്രമല്ല, സുവേന്ദു അധികാരിക്കൊപ്പം തന്നെ ഈ നിലയിലേക്ക് ഉയർത്തുന്നതിൽ പങ്കുവഹിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഈ തിരശ്ശീലയ്ക്ക് പുറകിലായിരുന്നു. RSS BJP പശ്ചാത്തലമുള്ള ഒരുപാട് നേതാക്കൾ ഈ നിലയിലുണ്ടായിരുന്നു. പക്ഷെ സുവേന്ദു അധികാരി മുന്നിട്ട് കൊണ്ടുവന്നത് ദീദിയുടെ എല്ലാ തന്ത്രങ്ങളും അടുത്തറിയാവുന്നയാൾ, ദീദിയുടെ വിജയത്തിന് കാരണഭൂതനായിട്ടുള്ള ആൾ, അതേ നാണയത്തിൽ തന്നെ അവരെ തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയിലാണ് തിരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരിയെ BJP പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവന്നതൊക്കെ. ഇപ്പോൾ BJP അതിൻ്റേതായിട്ടുള്ള ബേസിൽ ഒരു RSS ഒരു സംഘ പരിവാറിൽ നിന്ന് തന്നെ ഉള്ള ലീഡർഷിപ്പിലെ അവരെയും വളരെ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. സിമിക് ഭട്ടാചാര്യ മുമ്പ് നിലവിലെ ബംഗാൾ ഇപ്പോഴത്തെ ബംഗാളിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. 1971 മുതൽ തന്നെ RSSൽ വളരെ സജീവമായിരുന്ന ആളാണ്, ഇതിൻ്റെ പ്രചാരകനായിരുന്ന ആളാണ്. ദിലീപ് ഘോഷ് അതുപോലെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, MP ആണ്. RSS മേധാവിയായിരുന്ന ശ്രീ KS സുദർശൻ്റെ സഹായിയായിരുന്നു. അതുപോലെ സുകാന്ത മജുംദാർ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹവും മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, നിലവിലെ കേന്ദ്രമന്ത്രിയാണ്. അമിതാഭ് ചക്രവർത്തി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതായത് RSSൽ നിന്ന് സാധാരണ ഓർഗനൈസിങ് സെക്രട്ടറി എന്ന് പറയുന്നത് RSSൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന ആളാണ്, അങ്ങനെ വന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുപോലെ ദീപക് ബർമൻ, അദ്ദേഹം ഈ നോർത്ത് ബംഗാളിലെ MLA ആണ്. അതുപോലെ അദ്ദേഹം RSS പശ്ചാത്തലമുള്ള നേതാക്കളാണ്. ഇതിന് പുറമെ സ്മൃതി ഇറാനിയും, കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി, അതിമനോഹരമായിട്ട് ബംഗാളി ഭാഷയിൽ സംസാരിക്കുന്ന സ്മൃതി ഇറാനിയും പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ 2026 മാർച്ച് മാസത്തിൽ തന്നെ വളരെ വ്യാപകമായ തോതിൽ നടത്തിയ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിവർത്തന യാത്ര, പൾട്ടാനോ ദോർക്കാർ ചായ് BJP സർക്കാർ എന്നാണ്, മാറ്റം അനിവാര്യമാണ്, BJP സർക്കാർ വരണം എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി ഒരു 5000 കിലോമീറ്ററോളം സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചു. അതിലൊക്കെ തന്നെ ഇവരുടെ ഇൻവോൾവ്മെന്റ് സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഈ സംഘടനാ സംവിധാനത്തെ മുഴുവൻ ചലിപ്പിക്കാനായിട്ട് ഇത്തവണ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു, സുവേന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ. അതേസമയത്ത് സുവേന്ദു ഇത്തവണ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നന്ദിഗ്രാമിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം മമതയെ തോൽപ്പിച്ച്, വാട്ടർലൂ അതെ ആയിരുന്നു, മമതയെ തോൽപ്പിച്ച് മമതയുടെ വരവിന് പിന്നെ അവിടുത്തെ മമതയുടെ സർക്കാരിലേക്കുള്ള വരവിന് തുടക്കം കുറിച്ച സ്ഥലങ്ങളിലൊന്നാണിത്, കാരണഭൂതമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ പോലും മമതയെ തോൽപ്പിച്ച് പ്രതിപക്ഷ നേതാവായ ആളാണ് സുവേന്ദു അധികാരി. പക്ഷെ അദ്ദേഹം ഇത്തവണ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്. അത് ഈ പരാജയ ഭീതി മൂലമാണോ അതോ തിരിച്ചാണ്? അത് നേരെ തിരിച്ചാണ്. അതായത് ദീദിയെ മമതാ ബാനർജിയെ ഒരു ചങ്ങലക്കിടുന്നത് പോലെയാണ്. അതായത് ഭവാനിപ്പൂർ ഇവിടെ തോറ്റതിന് ശേഷം, മുഖ്യമന്ത്രിയായതിനു ശേഷം ഭവാനിപ്പൂരിൽ നിന്നാണ് അവർ ജയിച്ചു വരുന്നത്. അപ്പം അതുകൊണ്ട് ആ മണ്ഡലം അവരിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പം അവിടെയും കൂടെ സുവേന്ദു അധികാരി നോമിനേഷൻ കൊടുത്തത് തന്നെ ഇവരെ അവിടെ തളച്ചിടുക എന്നുള്ളതുകൊണ്ടാണ്. ഈ ധർമ്മടത്ത് നമ്മുടെ പിണറായിയെ തളച്ചിട്ടതുപോലെ തളച്ചിടാൻ വേണ്ടിയുള്ളൊരു തന്ത്രമാണ്. അതെ, അവിടെ തളച്ചിടുക എന്നാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം അവിടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അവരൊറ്റ മണ്ഡലത്തിലേ ഉള്ളൂ, വേറെ ചോയ്സ് ഇല്ല. കഴിഞ്ഞവണത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവർക്ക് പുറത്തോട്ട് അധികം പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അത് തളച്ചിടുക എന്നുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ മമതാ ബാനർജി നന്ദിഗ്രാമിൽ നിൽക്കുന്നില്ല എന്നായപ്പോൾ തന്നെ ഉറപ്പായി
സുവേന്ദു ജയിക്കും എന്നുള്ളൊരു ഉറപ്പായി. അപ്പോൾ സുവേന്ദു അവിടെ ഉറപ്പിക്കുകയും ഭവാനിപൂരിൽ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. അവിടെയുള്ളൊരു അനുകൂല ഘടകം എന്ന് പറയുന്നത് പഴയ TMCയിലെ സുവേന്ദുവായി ബന്ധമുള്ള ധാരാളം ആളുകൾ ഈ ഭവാനിപൂരിലുണ്ട്. വെള്ളം കുടിപ്പിച്ചാണ് കഴിഞ്ഞ തവണ. അതെ. മമതാ ബാനർജിയെ മറുതന്ത്രമായിട്ട് കാലിൽ പ്ലാസ്റ്ററും കെട്ടിക്കൊണ്ട് വന്ന് ബൂത്തിന് മുമ്പിൽ കാവല് നിൽക്കുമായിരുന്നു. കാരണം ഇത് പോളിംഗിൽ അഴിമതി നടക്കുമെന്ന് പരിശോധിക്കാനാണെന്നുള്ള മട്ടില് സിമ്പതി വോട്ട്, സഹതാപ തരംബം ഉണ്ടാക്കാൻ അത്രയും ഉണ്ടായിട്ടാണ്. അപ്പം അതിൽ തന്നെ പിന്നെ മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതായത് ഒരിടത്ത് തോറ്റാലും വേറൊരിടത്ത് ജയിച്ച് അത് നിയമസഭയിൽ എത്തും എന്നൊരു ഉറപ്പ്, ഒരു രാഷ്ട്രീയമായ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രീയ സന്ദേശം ഇതിലൂടെ സുവേന്ദു അവിടെ കൊടുത്തിരിക്കുന്നത്, മമത എവിടെ പോയി മത്സരിച്ചാലും ഞാൻ അവരുടെ പുറകെ ഉണ്ടാകും എന്നുള്ള നിലയിൽ അവരോടുള്ള ഒരു വെല്ലുവിളി അങ്ങനെ നിലനിർത്തുക, ആ ഒരു അന്തരീക്ഷം, ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മമതാ ബാനർജി ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങളെല്ലാം തന്നെ ഇത്തവണത്തെ BJPയുടെ സങ്കല്പപത്ര എന്ന് പറഞ്ഞ അമിത്ഷാ ഈ അടുത്ത കാലത്ത് അവിടെ പ്രകാശനം ചെയ്ത അവരുടെ പ്രകടന പത്രിക, അതിനാണ് സങ്കല്പപത്ര എന്ന് പറയുന്നത്, മാനിഫെസ്റ്റോ. ഏപ്രിൽ 10-നാണ് അമിത്ഷാ അത് റിലീസ് ചെയ്തത്. അതിനകത്ത് മമതാ ബാനർജിയുടെ പ്രകടന പത്രിക വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ അതിൽ സ്ത്രീകൾക്ക് 3000 രൂപ പ്രതിമാസം നൽകുന്ന ഒരു സ്കീമാണ് വച്ചിരിക്കുന്നത്. മമത പ്രഖ്യാപിച്ചിരുന്നത് 1000 രൂപയാണ്. ലക്ഷ്മി ഭണ്ഡാർ എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രോജക്റ്റാണ് വെച്ചിരുന്നത് അതിനെ നേരിടാനായിട്ട്. അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് ഏകീകൃത സിവിൽ കോഡ്. അത് ഒരു ഭാഗത്തെ അരക്ഷിതരായിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മുഴുവൻ ഒരു വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയത്ത് ഈ സ്ത്രീകളുടെ ഈ സ്ത്രീകളെ ആകർഷിക്കുക. അതുപോലെ ഉദ്യോഗസ്ഥർ ഒരു പ്രധാന ഘടകമാണ്. ഉദ്യോഗസ്ഥർ അവിടെ വളരെ നിരാശരാണ്. എത്രയോ വർഷങ്ങളായി അവിടെ DA വർധനവില്ല, ശമ്പള വർധനവില്ല, ശമ്പള കമ്മീഷനിൽ 7ാം ശമ്പള കമ്മീഷൻ ഇതുവരെ ആയിട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞത് 40 ദിവസത്തിനുള്ളിൽ ഇതുവരെയുള്ള എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയും 7ാം ശമ്പള കമ്മീഷൻ അധികാരത്തിൽ വന്നാലുടൻ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനം. അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്ന ഒരു പെർമനൻ്റ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഒരു സ്ഥിരമായ രാഷ്ട്രീയ പരിഹാരം. ഇതാണ് വാസ്തവത്തിൽ, അതായത് ബംഗാളിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഒരു പരിഭ്രമം ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ്. അപ്പോൾ അതിൽ മാധ്യമങ്ങൾ, അവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം, ഈ വടക്കൻ ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചേർത്ത് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നൊരു നിർദ്ദേശം കുറേ കാലമായിട്ട് അവിടെ അലയടിക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് വളരെ സജീവമായി പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ സിഗ്നൽ കൊടുത്തു. കാരണം ഇതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻ അവർ ആരംഭിച്ചു എന്നൊരു പ്രചരണം അവിടെ ഉണ്ട്. അത് ഈ സപ്തലക്ഷ്മി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം ചേർത്താണോ? അല്ല. ഇത് അവിടുത്തെ ഈ വടക്കൻ ജില്ലകൾ, വടക്കൻ ഭാഗത്തുള്ള നോർത്ത്, അതായത് ബംഗാളിനെ വിഭജിക്കുക എന്നുള്ള ബംഗാളിന്റെ വടക്ക് ഭാഗങ്ങൾ, അതിർത്തി പ്രദേശങ്ങൾ, അവിടെയാണ് ഏറ്റവും ഭീഷണികൾ, അതിർത്തി പ്രദേശങ്ങൾ. അത് പിന്നെ യൂണിയൻ ടെറിട്ടറി ആക്കാമല്ല നീക്കമുണ്ടോ? അങ്ങനെ ഒരു നീക്കം കൊടുക്കുന്നതായിട്ടൊരു പ്രചരണം. പക്ഷേ ബംഗാളികളെ BJPക്ക് എതിരാക്കുകയല്ലേ ചെയ്യുക? അല്ല, നേരെ തിരിച്ചാണ്. ആണോ? അവിടെ അതൊരു വെച്ചാൽ അവിടെയുള്ളൊരു രാഷ്ട്രീയ പരിഹാരം, ആ പ്രദേശത്തെ അവഗണനയ്ക്കുള്ള അതിന്റെ പരിഹാരം, അവഗണനയ്ക്കുള്ളൊരു പരിഹാരമായിട്ട് അത് കേന്ദ്രപ്രദേശമാക്കി കൂടുതൽ കേന്ദ്ര പദ്ധതികൾ അവിടെ കൊണ്ടുവരും എന്ന് എടുത്തിട്ട് അവിടെ ആ പ്രദേശങ്ങളിൽ ഒരു പ്രചരണം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ SIRൽ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും നമ്മൾ ഈ പറഞ്ഞ 92 ലക്ഷം അല്ലേ? 92 ലക്ഷം പേരിൽ ഭൂരിഭാഗവും ഈ 9 വടക്കൻ അതിർത്തി ജില്ലകളിൽപ്പെട്ടവരാണ്. ഏറ്റവും കൗതുകരം. പക്ഷെ അതിൽ മുസ്ലിംസ് മാത്രമല്ല, അവർ പ്രചരിപ്പിക്കുന്ന മുസ്ലിംസ് മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മൊയ്തി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുള്ളതായിട്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഒരു കാര്യം പൗരത്വമാണ്. അതായത് ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വന്ന് ഇതേപോലെ കുടിയേറി പാർത്തിരിക്കുന്ന, അവിടെ ഇപ്പോഴും വോട്ടവകാശം ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ SIRൽ നിന്ന് പുറത്തു പോയ കുറേ ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ. അവർക്ക് പൗരത്വം
ഉറപ്പ് നൽകിക്കൊണ്ട്. അപ്പോൾ ആ കേന്ദ്രഭരണ പ്രദേശമായിട്ട് വരുമ്പോൾ ആ പ്രദേശത്തേക്ക് പോകും. അല്ലാത്തവർക്ക് ഇവിടെ പൗരത്വം. അതാണ് പെർമനൻറ്റ് പൊളിറ്റിക്കൽ സൊല്യൂഷൻ എന്നവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത് പക്ഷേ വ്യക്തമായിട്ട് എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നുണ്ട്. പിന്നൊരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ 15 വർഷം നടന്ന മുഴുവൻ അഴിമതികളും പുനരന്വേഷണം നടത്തും. അത് സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ സംയുക്തമായിട്ട് പുനരന്വേഷണം നടത്തും. അതിന് കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും തുറങ്കിലടയ്ക്കും എന്നൊരു വാഗ്ദാനം. അപ്പം ഇത് വളരെ സൂക്ഷ്മമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സങ്കല്പ പത്രം അല്ലെങ്കിൽ പ്രകടന പത്രികയാണ്, മാനിഫെസ്റ്റോ ആണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗതി വരുമോ മമതാ ബാനർജിക്ക്? ഇങ്ങനെ വരുമ്പോൾ അത് വരാൻ സാധ്യതയുണ്ടോ? വന്നുകൂടായികയുമില്ല. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മമത ഇറക്കിയിരിക്കുന്നത് അഭിഷേക് ബാനർജിയാണ്. അദ്ദേഹം ഒരു ജനസമ്പർക്ക ബാനർജിയുടെ അനന്തരവനല്ലേ? അതെ അതെ. ജോനോ സംയോഗ് യാത്ര എന്ന് പറഞ്ഞിട്ട് ഈ സുവേന്ദു അധികാരിയുടെ അതിന് ബദലായിട്ടൊരു വലിയ യാത്രയൊക്കെ സംഘടിപ്പിച്ചു. അതിനകത്ത് ഈ കാര്യങ്ങളൊന്നും അധികം സ്പർശിക്കാതെ തന്നെ അവർ പിന്നെ ഒരു ഡിജിറ്റൽ ബംഗാൾ ഡെവലപ്പ് ചെയ്യും, വികസിത ബംഗാൾ എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണമാണ് അവർ ഉപയോഗിക്കുന്നത്. അതേസമയത്ത് മറ്റവർ ഈ 15 കൊല്ലത്തെ ഭരണത്തിൻ്റെ പോരായ്മകളും പിന്നെ ദുഷ്ചെയ്തികളും പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അതാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ അതാണ് താല്പര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.